ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയുടെ ദേഹത്തെ മുറിവും ചതവുമൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് അർച്ചന ചോദിക്കുകയാണ്, ഇത് എങ്ങനെയാ സച്ചിയേട്ടാ സംഭവിച്ചത്? എടോ, അതൊന്നും താൻ കാര്യമാക്കണ്ടെന്ന് സച്ചി പറയുമ്പോൾ, സച്ചിയേട്ടൻ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും ആ ചെങ്കൽ മധുവിൻ്റെ അടുത്ത് പോകും. അയാള് എത്ര വലിയ ഗുണ്ടയാണെങ്കിലും എനിക്കതൊന്നും സാരമില്ലെന്നും അർച്ചന പറയുന്നു. എന്റെ ഭർത്താവിനെ ഉപദ്രവിച്ചവനിട്ട് രണ്ടെണ്ണം കൊടുക്കാനും എനിക്കൊരു മടിയുമില്ലെന്ന് അർച്ചന പറയുമ്പോൾ, സച്ചി അർച്ചനയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. എടോ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മൾ അനൂപേട്ടനെ അവന് കൊടുക്കില്ല. ഞാനത് അവന്റെ മുഖത്ത് നോക്കി തന്നെയാ പറഞ്ഞത്. തുടർന്ന് അർച്ചന എല്ലാം കേട്ടതിന് ശേഷം പൊട്ടിക്കരയുമ്പോൾ അർച്ചനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് സച്ചി. തുടർന്ന് അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ, എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൂടിയായിരിക്കും ഇതെല്ലാം ബാധിക്കാൻ പോകുന്നത്. താൻ വിഷമിക്കാതെ, നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രശ്നമെല്ലാം തന്നെ പരിഹരിക്കാം. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയുമാണ്. അർച്ചനയുടെ സഹായിക്കുന്നേക്ക് കൊള്ളാം, പക്ഷേ ജീവൻ പണയം വെച്ചുള്ള സഹായമൊന്നും ചെയ്യണ്ടെന്ന് തീർത്ത് പറയുകയാണ് സ്നേഹ. താൻ എന്താടോ അർച്ചനയുടെ ചെയ്തെന്ന ഉപകാരങ്ങളെല്ലാം മറന്നോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കെന്താണെങ്കിലും ധനുഷിന്റെ ജീവൻ തന്നെയാ വലുതെന്ന് തീർത്ത് പറയുകയാണ് സ്നേഹ. എല്ലാം കേട്ടതിന് ശേഷം ധനുഷ് ദേഷ്യത്തോടെ പറയുകയാണ്, നന്ദിയില്ലായ്മയ്ക്കൊക്കെ അല്പം പരിധിയുണ്ട്. ഇതല്പം കടന്നു പോകുന്നുണ്ട് ധനുഷെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് കൈവിട്ട് നിൽക്കുകയാണ്. എൻ്റെ സമ്മതമില്ലാതെ ഇനി ധനുഷെങ്ങാനും അവരെ സഹായിക്കാൻ പോയെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ എന്നൊരു താക്കീത് പോലെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, ശരി, ഞാനിനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത മട്ടിൽ തന്നെ നടന്നോളാം. നിനക്കതല്ലേ വേണ്ടത്? തുടർന്ന് ധനുഷ് മനസ്സിൽ പറയുകയാണ്, ഇവളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്നേഹേ, ഞാനിവിടെ നിന്നാലല്ലേ പ്രശ്നം? ഞാൻ കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. അതിന് ധനുഷ് എങ്ങോട്ടേക്ക് പോകുന്നെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ, അത് പിന്നെ നന്ദേട്ടനെ ഏൽപ്പിച്ച ഒരു ബിസിനസിന്റെ ട്രിപ്പ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക്. അത് വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നതാണ്. പക്ഷേ കുഴപ്പമില്ല, ഇനി ഞാൻ എന്താണെങ്കിലും അതിന് പോയിട്ട് വരാം. തന്റെ സമ്മതമില്ലാതെ അവരെ സഹായിക്കാനൊന്നും ഞാനിനി നിൽക്കുന്നുമില്ലെന്ന് പറയുമ്പോൾ സ്നേഹയ്ക്ക് സന്തോഷമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചെല്ലുന്ന സ്നേഹയാണ്. സച്ചേട്ടനും ഏട്ടത്തിക്കുമുള്ള ചായ ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അതും വാങ്ങിക്കൊണ്ട് മുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് സച്ചി താഴേക്ക് വരുന്നത്. സച്ചേട്ടാ, എനിക്ക് സച്ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ധനുഷിനോട് പറയാൻ പറ്റില്ല. എല്ലാം എടുത്തു ചാടി ചെയ്യുന്ന സ്വഭാവമാണ് ധനുഷിന്. ഇപ്പോ ധനുഷിന്റെ കാര്യത്തിലാണ് ഏട്ടാ എന്റെ പേടി മുഴുവൻ. എന്റെ കുഞ്ഞെന്താണെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഭർത്താവിനെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അർച്ചനേട്ടത്തി ആവശ്യമില്ലാതെ കുറെ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നുമുണ്ട്. അതെല്ലാം സച്ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും എനിക്കറിയാം. അതിനിടയിലേക്ക് നിങ്ങൾ ധനുഷിനെ വലിച്ചിടരുത്. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനായി നിങ്ങൾ ധനുഷിനെ വിളിക്കുകയും ചെയ്യരുത്. എനിക്ക് പേടിയാണ്. ധനുഷും കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കാരുമില്ല. നീ പേടിക്കേണ്ട സ്നേഹേ, ധനുഷിനെ ഞങ്ങളിനി ഒരു കാര്യത്തിനും വിളിക്കില്ല. നിന്റെ ജീവിതത്തിൽ ഞങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല. തുടർന്ന് ധനുഷ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സ്നേഹേ, നീ എന്തൊക്കെയാ സച്ചേട്ടനോട് പറയുന്നത്? ഇന്നലെ രാത്രി തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചതല്ലേ? ധനുഷേ, ഇതൊരു പ്രശ്നമാക്കണ്ട എന്ന് സച്ചി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ആതിര ചെല്ലുകയാണ്. എന്താണെങ്കിലും നല്ല അനിയത്തി തന്നെ. നിനക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴേ നോക്കാനായിട്ട് എൻ്റെ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ ഈ പറയുന്ന ധനുഷ് പോലും നിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. അന്നേരം നിനക്ക് എൻ്റെ ചേച്ചിയെ വേണമായിരുന്നല്ലോ. സ്വന്തം കാര്യം പോലും മറന്നിട്ടാ എൻ്റെ ചേച്ചി നിന്റെ ഒപ്പം നിന്നത്. എന്നിട്ടോ അവർക്കിപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ നീ പറയുന്നത് എന്തൊക്കെയാ? അർച്ചനടുത്ത് എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജീവനാ വലുത് എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ സച്ചി പറയുകയാണ്, മതി നിർത്ത്. നിങ്ങൾ തമ്മിൽ ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. ഇനിയൊരു കാര്യത്തിനും ഞാൻ ധനുഷിനെ വിളിക്കില്ല. നിനക്ക് വിശ്വസിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ചായയുമായിട്ട് മുകളിലേക്ക് പോവുകയാണ് സച്ചി. സ്നേഹ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ മുറിയിലിരിക്കുകയാണ് സച്ചി. തുടർന്ന് അർച്ചന സച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. സച്ചിയേട്ടാ, ഇനി ഒരു കാര്യത്തിനും നമുക്ക് ധനുഷിനെ വിളിക്കണ്ട. എടോ, ആ ഗുണ്ടകള് ഇങ്ങോട്ടെങ്ങാനും കയറി വന്ന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുമോ എന്നും അത് അച്ഛൻ കാണുമോ എന്നുമാ എൻ്റെ പേടിയെന്ന് സച്ചി പറയുമ്പോൾ എനിക്കും അതേ പേടിയാണെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് വക്കീൽ ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അവർ രണ്ടിനെയും വിളിപ്പിക്കുകയാണ്. തുടർന്ന് സച്ചി പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും സമ്മതിക്കാതെ അർച്ചനയും ഒപ്പം തന്നെ പോവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.